നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് തന്നെ ഇന്ത്യൻ ആരാധകർക്ക് ഇന്ന് വീണ്ടും സന്തോഷിക്കാൻ ചെറിയ വകയുള്ള ഒരു കാര്യമാണ് പറയുന്നത്. വീണ്ടും ഇന്ത്യൻ ഫുട്ബോളിൽ ഇന്ന് AFCയിൽ ഇന്ന് ഇന്ത്യൻ ടീം ഇറങ്ങുകയാണ്. ഉസ്ബെക്കിസ്ഥാനെതിരെയാണ് ഇന്ത്യയുടെ മത്സരം ഇന്ന് നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഉസ്ബെക്കിസ്ഥാനും കരുത്തരായ ടീമാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഓസ്ട്രേലിയ വിജയം കരസ്ഥമാക്കിയായിരുന്നു ഇന്ത്യക്കെതിരെ. എന്തായാലും ഇന്ത്യക്ക് ഗോളടിക്കാൻ സുനിൽ ഛേത്രിയുടെ തകർപ്പൻ പ്രകടനം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഗോളാക്കി മാറ്റാൻ സാധിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും ഇന്ന് ഇന്ത്യ ഉസ്ബെക്കിസ്ഥാനെതിരെ ഇറങ്ങുമ്പോൾ ഒരു വിജയം തന്നെയാണ് അനിവാര്യം. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യൻ ടീം വിജയിക്കുമോ ഇല്ലയോ എന്നെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മത്സരങ്ങളെല്ലാം ലൈവായിട്ട് നിങ്ങൾക്ക് കാണാനും സാധിക്കുന്നതാണ്. എന്തായാലും നമുക്കറിയാം, ഈ കുറച്ച് മാച്ച് മികച്ചൊരു ലൈനപ്പ് തന്നെ ആയിരിക്കണം ഇന്ന് ഇറക്കാൻ പോകുന്നത്. സുനിൽ ഛേത്രിയുടെ വക ഒരു ഗോളെങ്കിലും ഇന്ന് കാണേണ്ടി ഇരിക്കുന്നതാണ്. എന്തായാലും ഇരു ടീമുകളും കരുത്തരായ ടീമാണെന്ന് നമുക്കറിയാം. എന്തായാലും ഇന്ന് ഗോളില്ലാ സമനിലയിൽ അവസാനിക്കാതെ ഒരു ഗോളെങ്കിലും ഇന്ത്യൻ ടീം അടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതേപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ കപ്പ് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തായിട്ടുണ്ട്. കഴിഞ്ഞ മത്സരം ജംഷഡ്പൂർ FCക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ഒരു തോൽവി ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കേരളത്തിൻ്റെ 2 ടീം ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സും അതേപോലെ തന്നെ ലീഗ് ടീമായ ഗോകുലം കേരള FCയും ഇപ്പോൾ സൂപ്പർ കപ്പിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പുറത്തായതിനു ശേഷം ഇവാൻ ആശാനെതിരെ പല ആരാധകരും പല കമൻ്റ് ഇട്ട് തുടങ്ങിയിരിക്കുകയാണ്, ആശാനെ പുറത്താക്കണമെന്ന്. കാരണം 3 കൊല്ലമായിട്ട് പോലും ഇതുവരെയായിട്ടും ഇവാൻ ആശാന് ISLO സൂപ്പർ കപ്പിലോ ഒരു കിരീടം പോലും നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ആരാധകർ ഒരു കൂട്ടം പറയുന്നത്. എന്തായാലും നമുക്കറിയാം, ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് എപ്പോഴും പോയിൻ്റ് ടേബിളിൽ 1-ാം സ്ഥാനത്താണ് ISLൽ. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് മുഖ്യ പങ്ക് വഹിക്കുന്നത് ഇവാൻ ആശാൻ എന്ന് തന്നെ നമുക്കെടുത്ത് പറയണം. അങ്ങനെ ഇരിക്കുകയാണ് ഒരു കൂട്ടം ആരാധകർ ഇങ്ങനെ ഇപ്പോൾ കമൻറ്റുമായിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഇവാൻ ആശാനെ പുറത്താക്കണമെന്നാണ് ആരാധകരുടെ പറച്ചിൽ. എന്തായാലും ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ 3 വർഷമായിട്ടും ISL ഒരു കിരീടം പോലും ബ്ലാസ്റ്റേഴ്സിന് നേടാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ആശാനെ പറ്റി എങ്ങനെ ഒരു തീരുമാനമെടുക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് കണ്ടു തന്നെ ഇരിക്കേണ്ടത്. വീഡിയോ നിർത്തുന്നു. താങ്ക് യു.